നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിൽ ദിവസവും വരുന്ന വാർത്താ തലക്കെട്ടുകൾ കണ്ട് ഇത് എന്ന് തീരുമെന്ന ആശങ്കയാണ് നിങ്ങളിലുള്ളത്. യുദ്ധവും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണെന്ന് ഭയപ്പെടാത്തവർ ചുരുക്കമാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ മൂലം ഈ ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണി 4 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തകർച്ചയാണ് നേരിട്ടത്. എന്നാൽ ഈ ഇടിവ് അല്ലെങ്കിൽ ഇനിയും വിപണി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണോ ബുദ്ധി? കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണ്. കഴിഞ്ഞ 30 വർഷത്തെ വിപണിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം പ്രതിസന്ധികൾ നിക്ഷേപകർക്ക് ഭീതിയല്ല, മറിച്ച് വലിയൊരു അവസരമാണ് നൽകിയിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാം. ഇത്തരം ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ പ്രധാനമായും പരിഭ്രാന്തരായ നിക്ഷേപകരെയാണ് ബാധിക്കുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിൽ വിപണി ഇത്തരം സംഭവങ്ങളെ വിസ്മരിക്കാറാണ് പതിവെന്നും വൈറ്റ് ഓക്ക് ക്യാപിറ്റൽ മ്യൂച്വൽ ഫണ്ട് ചൂണ്ടിക്കാണിക്കുന്നു. When the world feels dangerous, why your portfolio shouldn't panic. അതായത് ലോകം അപകടത്തിലാണെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ എന്തിന് പരിഭ്രാന്തരാകരുത് എന്ന റിപ്പോർട്ടിലാണ് ഫണ്ട് ഹൗസ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. നമുക്ക് റിപ്പോർട്ടിൽ നിക്ഷേപകരോട് എന്താണ് നൽകുന്ന സന്ദേശമെന്ന് വിശദമായി നോക്കാം. ഈ റിപ്പോർട്ട് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് ഓർത്തു വെക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ആദ്യമായി റിപ്പോർട്ട് പറയുന്നത് ഓരോ തവണ ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും വിപണിയിൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണെന്ന തോന്നൽ നിക്ഷേപകരിൽ ഉണ്ടാകുന്നു. ഇത് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. ഓരോ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയും ആ സമയത്ത് ജീവിക്കുന്ന നിക്ഷേപകന് സമാനതകളില്ലാത്ത ഭീതി ഉണ്ടാക്കുന്നുവെന്നും ഇത് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണമെന്ന അമിതമായ പ്രേരണ അവരിലുണ്ടാക്കുന്നു. ഇത്തരം പ്രതിസന്ധികൾ മൂലമുണ്ടാകുന്ന വാർത്തകൾക്ക് പിന്നാലെ പോകുന്ന നിക്ഷേപകർക്ക് ദോഷകരമാണ്. എന്നാൽ ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നുള്ള ആദായത്തെ ഇവ കാര്യമായി ബാധിക്കാറില്ല. ഇതിന് ഉദാഹരണമായി മുൻകാല പ്രതിസന്ധികളോട് വിപണി എങ്ങനെ പ്രതികരിച്ചു എന്ന് കണക്കുകൾ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. 1998 റഷ്യൻ കടബാധ്യതയാണ് ഇതിലാദ്യം. 1998 ഓഗസ്റ്റിൽ റഷ്യൻ സർക്കാർ തങ്ങളുടെ കടബാധ്യതകൾ തീർക്കാൻ കഴിയാതെ വരികയും റഷ്യൻ കറൻസിയായ റൂബിളിന്റെ മൂല്യം കുത്തനെ ഇടിയുകയും ചെയ്തതാണ് ഈ പ്രതിസന്ധിയുടെ തുടക്കം. ഇതിനെ റഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ റൂബിൾ ക്രൈസിസ് എന്ന് വിളിക്കുന്നു. റഷ്യ സാമ്പത്തികമായി തകർന്നതോടെ ആഗോളതലത്തിലെ വൻകിട നിക്ഷേപകർ വളർന്നു വന്ന വിപണികളിൽ നിന്നും നിക്ഷേപം പിൻവലിക്കാൻ തുടങ്ങി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വിദേശ നിക്ഷേപകർ പണം പിൻവലിച്ചതാണ് ഇന്ത്യൻ വിപണിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ പണലഭ്യത കുറയുകയും വിപണിയിൽ ആശങ്ക പടരുകയും ചെയ്തു. ആ സമയത്ത് ആഗോള വിപണിയിൽ ഉണ്ടായ അനിശ്ചിതത്വം ഇന്ത്യൻ ഓഹരി വിപണിയായ സെൻസെക്സിനെ ബാധിച്ചു. വിദേശ നിക്ഷേപകർ ഓഹരികൾ വിറ്റൊഴിയാൻ തുടങ്ങിയതോടെ സെൻസെക്സ് ഏകദേശം 10% ഇടിഞ്ഞു. നിക്ഷേപകർക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടായെങ്കിലും ഇത് റഷ്യയുമായി നേരിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നമായതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആഭ്യന്തര കമ്പനികളുടെ അടിസ്ഥാന കാര്യങ്ങൾ അഥവാ ഫണ്ടമെന്റൽസ് തകർന്നിരുന്നില്ല. വിപണി ഇടിഞ്ഞെങ്കിലും ഇതൊരു ദീർഘകാല തകർച്ചയല്ല എന്ന് ബോധ്യമായ നിക്ഷേപകർ ക്രമേണ വിപണിയിലേക്ക് മടങ്ങിയെത്തി. റഷ്യൻ പ്രതിസന്ധിയുടെ ആഘാതം കുറഞ്ഞതോടെ ആഗോള വിപണിയിൽ സ്ഥിരത കൈവന്നു. പരിഭ്രാന്തി ഒഴിഞ്ഞതോടെ ഓഹരി വിലകൾ വീണ്ടും ഉയരാൻ തുടങ്ങി. വെറും 6 മാസത്തിനുള്ളിൽ സെൻസെക്സ് പഴയ നിലയിലേക്ക് തിരിച്ചെത്തി. അന്ന് നിക്ഷേപം തുടർന്നവർക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ പ്രതിവർഷം 15% ആദായം ലഭിച്ചു. 2001 ന്യൂയോർക്കിലെ ഇരട്ട ഗോപുരങ്ങൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ യുദ്ധഭീതിയിലും സാമ്പത്തിക തകർച്ച ഭീതിയിലും ആഗോള വിപണികൾ തകർന്നിരുന്നു. അന്ന് ദലാൽ സ്ട്രീറ്റിൽ നിഫ്റ്റി 2 ദിവസം കൊണ്ട് 17% ഇടിഞ്ഞു. എങ്കിലും 2001 ഡിസംബറോടെ വിപണി ആക്രമണത്തിന് മുൻപുള്ള നിലയിലേക്ക് തിരിച്ചെത്തി. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നേരത്തെ തന്നെ തളർച്ചയിലായിരുന്ന സെൻസെക്സ് 2008 മുംബൈ ഭീകരാക്രമണത്തോടെ 8500 എന്ന താഴ്ന്ന നിലയിലേക്ക് പതിച്ചു. എന്നാൽ 2010 ആയപ്പോഴേക്കും സൂചിക തിരികെ 21,000 എന്ന ലെവൽ കടന്നു. 2016 ഉറി ആക്രമണത്തിനും 2019 ബാലക്കോട്ട് വ്യോമാക്രമണത്തിനും പിന്നാലെ ഉണ്ടായ ഇന്തോ പാക് സംഘർഷങ്ങളും വിപണിയെ കുറച്ചുനാൾ അസ്ഥിരമാക്കിയിരുന്നു. എങ്കിലും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അങ്ങനെ ഒരു ഇടിവുണ്ടായ കാര്യം പോലും വിപണി മാറുന്നു. 2020 കോവിഡ് പ്രതിസന്ധിയുടെ തുടക്കത്തിൽ മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ വിപണി 32% ഇടിഞ്ഞെങ്കിലും 4 മാസത്തിനുള്ളിൽ തന്നെ അത് വീണ്ടെടുത്തു. അടുത്ത ലോക മഹായുദ്ധത്തിന് സമാനമായ ഭീതി ഉണ്ടാക്കിയ 2022 റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഊർജ്ജവില ഇതേപോലെ കുതിച്ചുയർന്നു. അന്ന് നിഫ്റ്റി 18,000 നിന്ന് 15,200 അതായത് ഏകദേശം 16% ഇടിവ് താഴ്ന്നു. എന്നാൽ 2024 സെപ്റ്റംബർ ആയപ്പോഴേക്കും നിഫ്റ്റി 25,000 കടന്നു. നിങ്ങൾ ഇതിലൊരു ക്രമം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ പ്രതിസന്ധിയിലൂടെയും കടന്നു പോകുമ്പോൾ അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് തോന്നിപ്പിക്കും. എന്നാൽ വിപണിയുടെ ദീർഘദൂര പ്രയാണത്തിൽ ഇവ വെറും വേഗത കുറയ്ക്കുന്ന തടസ്സങ്ങൾ അഥവാ സ്പീഡ് ബ്രേക്കേഴ്സ് മാത്രമായി മാറുന്നു. വിപണികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കമ്പനികളുടെ ലാഭം, പലിശ നിരക്കുകൾ, മൂല്യനിർണ്ണയം എന്നിവയ്ക്കാണെന്നും ഭൗമരാഷ്ട്രീയ സംഭവങ്ങൾ ഇത്തരം അടിസ്ഥാന ഘടകങ്ങളെ സ്ഥിരമായി മാറ്റാറില്ല എന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ യുദ്ധം പോലുള്ള ഭൗമരാഷ്ട്രീയ ആഘാതങ്ങൾ മിക്കവാറും വിപണിയുടെ മനോവികാരത്തെ അഥവാ സെന്റിമെന്റ്സിനെ ബാധിക്കുന്നവ മാത്രമാണ്. എന്നാൽ 2008 സാമ്പത്തിക തകർച്ച പോലെ വിപണിയുടെ അടിസ്ഥാന ഘടനയെ തന്നെ ബാധിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഇവ വ്യത്യസ്തമാണ്. അന്ന് ബാങ്കിംഗ് സംവിധാനങ്ങൾ നിശ്ചലമായി
രൂക്ഷമാവുകയും വായ്പകൾ ലഭ്യമല്ലാതാവുകയും കമ്പനികൾക്ക് സാധാരണ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും ചെയ്തിരുന്നു. ഇത്തരം പ്രതിസന്ധികളിലെ തകർച്ച വെറും വികാരപരമായല്ല, മറിച്ച് ഘടനാപരമായിട്ടാണ് സമീപിക്കേണ്ടത്. അതിനാൽ തന്നെ അവയിൽ നിന്ന് കരകയറാൻ വർഷങ്ങളെടുക്കും. മറുവശത്ത് ഭൗമരാഷ്ട്രീയ ആഘാതങ്ങൾ, ഭയം, അസ്ഥിരത, തകർച്ചയുടെ സൂചനകൾ എന്നിവ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും വിപണിയുടെ അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവ അപൂർവമായി തകർക്കാറുള്ളൂ. ഇത്തരം സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട ശരിയായ കാര്യം നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാറ്റി എഴുതുകയല്ല, മറിച്ച് നിശ്ചയിച്ചുറപ്പിച്ച നിക്ഷേപ തന്ത്രത്തിൽ അടിയുറച്ചു നിന്ന് വിപണിയുടെ ഈ ചാഞ്ചാട്ടെ അതിജീവിക്കുകയാണ്. വികാരങ്ങൾക്ക് വംശവതരായി ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളിൽ ഓഹരികൾ വിറ്റൊഴിയുന്ന നിക്ഷേപകർ ക്ഷമയോടെയും അച്ചടക്കത്തോടെയും തുടരുന്നവരേക്കാൾ കുറഞ്ഞ നേട്ടമേ ഉണ്ടാക്കൂ. അവർ മോശം നിക്ഷേപകർ ആയതുകൊണ്ടല്ല, മറിച്ച് തെറ്റായ സമയത്ത് വിപണിയിൽ നിന്ന് പുറത്തു കടക്കുന്നതും വിപണിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും പിന്നീട് വിപണി പീക്കിലെത്തുമ്പോൾ മാത്രം തിരികെ പ്രവേശിക്കുന്നതും അല്ലെങ്കിൽ ഒരിക്കലും തിരികെ വരാതിരിക്കുന്നതും കൊണ്ടാണ്. 2020 കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ എല്ലാം വിറ്റൊഴിഞ്ഞ നിക്ഷേപകന്റെ ഉദാഹരണത്തിലൂടെ അവർ ഇത് വിശദീകരിക്കുന്നു. വീണ്ടും നിക്ഷേപിക്കാൻ സുരക്ഷിതമാണെന്ന് തോന്നിയ 2021 ജനുവരി ആയപ്പോഴേക്കും നിഫ്റ്റി 14,000 എത്തിയിരുന്നു. ഒരിക്കലും വരാത്ത വ്യക്തതയ്ക്കോ ഉറപ്പിനോ വേണ്ടി കാത്തിരിക്കുന്നതുകൊണ്ട് 2020 താഴ്ന്ന നിലയിൽ നിന്നുണ്ടായ 84% മുന്നേറ്റം ആ നിക്ഷേപകന് നഷ്ടമായി. അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ ഒരു അവസരം നൽകുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. നിക്ഷേപകർക്ക് ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികൾ ഒരു സമ്മാനമാണ്. പ്രതിസന്ധി രൂക്ഷമാവുകയും വിപണി താഴുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ ഓഹരി നിക്ഷേപത്തിന്റെ ശതമാനം സ്വാഭാവികമായും കുറയുന്നു. കൂടുതൽ സ്ഥിരതയുള്ള നിങ്ങളുടെ ഡെപ്റ്റ്, സ്വർണം എന്നിവയുടെ വിഹിതം അപ്പോൾ വർദ്ധിക്കും. ഉദാഹരണത്തിന് 60% ഓഹരി, 30% ഡെപ്റ്റ്, 10% സ്വർണം എന്നിങ്ങനെയാണ് നിങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നതെങ്കിൽ ഓഹരി വിപണിയിലെ തകർച്ച കാരണം നിങ്ങളുടെ ഓഹരി നിക്ഷേപം 52% കുറയുന്നു എന്ന് കരുതുക. അപ്പോൾ ഓഹരികൾ വാങ്ങി സന്തുലിതാവസ്ഥ അഥവാ റീബാലൻസ് വീണ്ടെടുക്കുക. ഇത് കുറഞ്ഞ വിലയിൽ ഓഹരികൾ വാങ്ങാൻ നിങ്ങളെ നിർബന്ധിതനാക്കുന്നു. നിങ്ങൾ മിടുക്കനായതുകൊണ്ടോ ധൈര്യശാലി ആയതുകൊണ്ടോ അല്ല, മറിച്ച് നിങ്ങൾ ഒരു ചിട്ടയായ സംവിധാനം പിന്തുടരുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ യുക്തിപൂർവ്വം ഓഹരികൾ തിരഞ്ഞെടുക്കാൻ ഈ റീബാലൻസ് രീതി നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ധൈര്യത്തിലൂടെ അല്ല, മറിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു സംവിധാനത്തോടുള്ള പ്രതിബദ്ധതയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഒരു ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയെ നിങ്ങൾ എങ്ങനെ നേരിടണം? ഏതൊരു പ്രതിസന്ധിക്ക് മുൻപേ നിങ്ങൾ നിങ്ങളുടെ സംവിധാനം കൃത്യമായി ക്രമീകരിക്കണം. പ്രതിസന്ധി ഘട്ടത്തിൽ നിക്ഷേപകർ ആ സംവിധാനം നടപ്പിലാക്കുകയാണ് വേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളോട് വൈകാരികമായി പ്രതികരിക്കുന്നതിന് പകരം പ്രതിസന്ധി എങ്ങനെ കലാശിക്കുമെന്ന് പ്രവചിക്കാൻ ശ്രമിക്കാതെ ചിട്ടയായി റീബാലൻസ് നടത്തുക. പ്രതിസന്ധിക്ക് ശേഷം ഫലത്തെക്കുറിച്ചല്ല, മറിച്ച് സംവിധാനത്തെക്കുറിച്ച് വിലയിരുത്തുക. ഭൗമരാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങൾ ഒരു വെല്ലുവിളിയല്ല, ദീർഘകാല നിക്ഷേപം നടത്തുന്നതിലേക്കുള്ള അവസരങ്ങളായും അവയെ സമീപിക്കാവുന്നതാണ്.